ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു എലൈൻ കുർത്തിയും അതിനോടൊപ്പം നമുക്ക് അതിനൊരു ജാക്കറ്റും കൂടെയുള്ള രീതിയിലാണ് നമ്മളിന്ന് തയ്ക്കുന്നത്. അതിനുവേണ്ടി പ്രിൻ്റഡായിട്ട് എലൈൻ ചെയ്യാൻ പ്രിൻ്റഡ് എടുത്തിട്ടുണ്ട്, പ്രിൻ്റഡായിട്ടുള്ള ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിന് കോട്ടായിട്ട് ഈ മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രിൻ്റഡിൻ്റെ ഫാബ്രിക് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് നമ്മൾ 40 ഇഞ്ചാണ്. 40ഉം 41 ഇഞ്ചിൽ നമ്മൾ ലെങ്ത് കൊടുക്കുവാണ്. ലെങ്ത് തുമ്പ് സഹിതം 41 ഇഞ്ച്. താഴോട്ട് നമ്മൾ ഈ പ്രിൻ്റഡ് ഫാബ്രിക്കിൽ തന്നെ നമ്മൾ താഴോട്ട് ചെറിയൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ കൊടുക്കുന്ന 6.5 ഇഞ്ചിലാണ് സാധാരണ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ 6 ഇഞ്ച് എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത് അകത്തല്ലേ, ജാക്കറ്റിൻ്റെ അകത്തല്ലേ, അപ്പം ഞാനിതിന് 6 ഇഞ്ച് കൊടുക്കുക. നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ 1/2 ഇഞ്ച് കുറച്ചും കൊടുത്താൽ മതി. 6 ഇഞ്ച് കൊടുത്തു. അവിടെ നിന്ന് താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്ത് വരുന്നത് 6.5 ഇഞ്ച്. അവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു. കുറച്ച് ഇങ്ങോട്ട് മാറ്റി നമ്മൾ 6.5 ഇഞ്ച് വരച്ചു ലൈൻ. ഇനി എന്നിട്ട് നമുക്ക് ഈ 6.5യുടെ ഹാഫ് കാണണം, 4 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് 12 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ ആം ഹോൾ കർവ് വെച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആം ഹോൾ നമ്മൾ വരച്ചു. ഇനി നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ച്. ഈ സൈഡിലും നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് വണ്ണം, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഇതിനകത്ത് ഹിപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാമേ. ഹിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 21 ഇഞ്ച്. ഈ സൈഡിലും 21 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഹിപ്പിൻ്റെ വണ്ണം കൊടുക്കുന്നത് 13 ഇഞ്ച് കൊടുക്കുന്നുണ്ട് വണ്ണമേ. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമ്മൾ ഈ ലൈൻ വരച്ചല്ലോ, നമ്മൾ ഈ ലൈൻ വരച്ചതിൻ്റെ ഇവിടെ നിന്നിങ്ങനെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കോണായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ താഴ്വശം നമുക്കിതുപോലെ തൂങ്ങിക്കിടക്കും. അതിനൊരു 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു ഷേപ്പ് ചെയ്യണം. 2 ആം ഹോളും കൂടെ നമുക്കൊന്ന് വരച്ചേക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബാക്കും ഫ്രണ്ടും മാറ്റിയിട്ടുണ്ട്. നമ്മൾ ബാക്ക് വെച്ചിട്ടാണ്, ബാക്ക് ആം ഹോൾ വെച്ചിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ബാക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ആം ഹോള് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇലയിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇത് നമുക്ക് ഇത്രയും തുണിയാണ് ബാക്കി കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ മൊത്തം ഒന്ന് ഫ്രില്ലാക്കുവാണേ. അപ്പോൾ ഇത് ഒന്ന് മടക്കി നമുക്കിതൊന്നും കൊടുന്ന് മടക്കാം. ഇത് 2.5 മീറ്റർ തുണി ഉള്ളത് കൊണ്ട് ഇത്രേ കിട്ടത്തുള്ളേ. ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് നമുക്കിതിൽ എത്ര ലെങ്ത് കിട്ടുന്നോ, ഇതാണ് ലെങ്ത് എത്ര കിട്ടുന്നോ അതങ്ങ് എടുക്കാം. അതേപോലെ വിട്ടും എടുക്കുന്നുണ്ട്. ഫ്രില്ലിട്ടിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കാം. ഇത് 4 പീസാക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 പീസ് കിട്ടിയിട്ടുണ്ട്. 4 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രില്ലായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഇതുപോലെ കുറച്ചേറെ ക്രോസ് പീസ് വേണേ. നമ്മൾ കഴുത്തിനും ഇതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗവും നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കുറച്ചേറെ ക്രോസ് പീസ് എടുത്ത് വെച്ചാൽ അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ
ജാക്കറ്റിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. അപ്പം നമ്മൾ ജാക്കറ്റിൻ്റെ കട്ടിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് വേണം കട്ട് ചെയ്യാൻ. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി പൊങ്ങിയതും ബാക്ക് ഇച്ചിരി താന്നുമായിരിക്കും. ഹൈലോ പാറ്റേണിലായിരിക്കും നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ അതാണ് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യാൻ പറഞ്ഞത്. ലെങ്ത് 17 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 17 ഇഞ്ച് ലെങ്ത് എടുത്തു. നമ്മുടെ ലെങ്ത് വരുന്നത് 17 ഇഞ്ച്. ഷോൾഡർ വരുന്നത് നമ്മുടെ കറക്റ്റ് ഷോൾഡർ തന്നെ കൊടുക്കണേ. നമ്മൾ മറ്റേ കുർത്തിക്ക് 6 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്ത്, ഇവിടെ കറക്റ്റ് തന്നെ കൊടുക്കണേ. 6.5 ഇഞ്ച് ഷോൾഡർ. താഴോട്ടും നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് 6.5 ഇഞ്ചിലാണ്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് വരയ്ക്കാം. ആം ഹോളിൻ്റെ ലെങ്ത് ഇതാണ് ലെങ്ത്. ചോക്കിൽ എന്നിട്ട് നമ്മളിതിൻ്റെ ചെസ്റ്റ് ഇച്ചിരി കൂട്ടിയാണ് കൊടുക്കുന്നത്. 10 ഇഞ്ച് ചെസ്റ്റിന് പകരം 11 ഇഞ്ചാണ് ഞാനിവിടെ ചെസ്റ്റ് കൊടുക്കുന്നത്. ഇച്ചിരി 11 ഇഞ്ച് ചെസ്റ്റും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെസ്റ്റ് സാധാരണ എടുക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂട്ടി വേണം എടുക്കാൻ, ഇച്ചിരി ലൂസായിട്ട്. പക്ഷേ ഇത് കറക്റ്റ് ഫിറ്റിങ്ങിൽ കിടക്കേണ്ടവർക്ക് അതാത് തന്നെ ഷോൾഡർ എടുത്താൽ മതി. ഇനി എന്നിട്ട് ആം ഹോളിൻ്റെ പകുതി 3.25. എന്നിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തു. നമ്മുടെ പേസ്റ്റിൻ്റെ വണ്ണം ഞാനിവിടെ കൊടുക്കുന്നത് 9 ഇഞ്ച്. 9.5 ഇഞ്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, 9.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യും. ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ച്. ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചുമാണ്. എന്നിട്ടതൊരു ബോക്സ് പോലെ വരയ്ക്കും. എന്നിട്ട് നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പം റൗണ്ടാണ് കൊടുക്കുന്നത്. എന്നിട്ടിത് കട്ട് ചെയ്യും. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വെട്ടാമേ. ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ സെയിം ലെങ്ത് തന്നെ 17 ഇഞ്ച് എടുത്തു. ഈ സൈഡിലും 17 ഇഞ്ച് ലെങ്ത് എടുത്തു. നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ച്. താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്ത് 6.5 ഇഞ്ചാണ്. നല്ല സ്ട്രേറ്റ് ലൈനായിട്ട് വരയ്ക്കുക. ഈ സൈഡിലും 6.5 ഇഞ്ച്. ഇത് നമ്മുടെ ചെസ്റ്റ് ലൈന്. നമ്മുടെ ചെസ്റ്റ് എടുക്കുന്നത് 11 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. വേസ്റ്റിൻ്റെ ഇതാണ്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 9.5 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമുക്കിതൊന്ന് വരയ്ക്കാം. എല്ലാ വരയൊന്നും നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. ഇനി എന്നിട്ട് നമ്മുടെ ആം ഹോളൊന്ന് നമ്മളൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം. 3.25 ആം ഹോള്. ഈ ഫോൾഡഡ് ആയ സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് നമുക്ക് വരയ്ക്കണം. ഇത് 1 ഇഞ്ച് ആയാലും കുഴപ്പമില്ല,
1.5 ഇഞ്ചായാലും കുഴപ്പമില്ല, 1 ഇഞ്ച് കുറയരുത്. എന്നിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്യണം. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് 5 ഇഞ്ച്, നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. എന്നിട്ട് ഇതൊരു ബോക്സ് ആയിട്ടങ്ങ് വരയ്ക്കാം. എന്നിട്ട് ഇവിടെയും സെയിം വ്യൂ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കട്ട് ചെയ്യും. നമ്മളിനി സ്ലീവ് കട്ട് ചെയ്യാമേ. സ്ലീവിൻ്റെ ലെങ്ത് 13 ഇഞ്ച് അങ്ങ് എടുക്കുവാണ്. സ്ലീവിൻ്റെ ലെങ്ത് ഇവിടുത്തെ സ്ലീവിൻ്റെ മുകളിലത്തെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ച്. 9 ഇഞ്ച്. താഴേക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് വരുന്നത് 3.5 ഇഞ്ച്. എന്നിട്ട് നമുക്കിവിടെ ഒരു 2 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കുഴിച്ച് വരയ്ക്കുക. ശരിക്കും കാണുന്നുണ്ടോ എന്നറിയത്തില്ല. കണ്ടോ, നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തു. നമ്മുടെ താഴത്തെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഒരു സ്ലീവാണ് കട്ട് ചെയ്ത്, വേറൊരു സ്ലീവും മറ്റേ സ്ലീവും ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനിയും ചെയ്യാനുള്ള ആ ടോപ്പിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തില്ലേ, അതും കട്ട് ചെയ്യണം. ടോപ്പിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് നമ്മൾ കോട്ടിൽ കൊടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പം നമുക്ക് ടോപ്പിന് അതിനേക്കാൾ ഇച്ചിരൂടെ നെക്ക് വിഡ്ത്ത് കൂട്ടിയിടണം. ഇവിടെ ഞാനൊരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ച്. മറ്റേടത്ത് നമ്മൾ ലെങ്ത് കൊടുത്തേക്കുന്ന 5 ഇഞ്ച്, ഇവിടെ നമ്മൾ 5.5 ഇഞ്ച്. താഴെയും സെയിം 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ബോക്സ് ആക്കുക. എന്നിട്ട് നമുക്ക് ഒരു യു നെക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ 2 കഴുത്തും ഒരേപോലെ ആയിരിക്കും. എന്നിട്ട് ഇത് കട്ട് ചെയ്യുക. പീസ് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് നെക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ച്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത്. നെക്കിൻ്റെ ലെങ്ത് 4.5 ഇഞ്ച്. താഴെയും 3.5. എന്നിട്ട് ഇത് ബോക്സ് പോലെ ആക്കുക. എന്നിട്ട് ഒരു യു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കുർത്തിയുടെയും കോട്ടിൻ്റെയും കട്ടിങ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഈ നെക്കും അതുപോലെ ആം ഹോളിൻ്റെ അവിടെയും ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്യുക. മൊത്തത്തിൽ ജോയിൻ ചെയ്തിട്ട് ഇത് ഈ ഒരു ക്രോസ് പീസ് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനൊരു 1/4 ഇഞ്ചിലൊരു ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് തയ്ക്കാം. അതേപോലെ നമ്മൾ 2 കഴുത്തും നമ്മുടെ ഹോളും കൂടെ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ 2 നെക്കും ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ 2 ഷോൾഡറും പിടിപ്പിക്കുക. എന്നിട്ട് വേണം ഇതേപോലെ തന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ക്രോസ് പീസ് വെച്ച് 2 ആം ഹോളും ചെയ്യണേ.
ഇപ്പം നമ്മൾ ഷോൾഡറും ആംഹോളും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലത്തെ ഫ്രിൽസ് ഇടാം. നമ്മളിങ്ങനെ ഫ്രില്ലിട്ടിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ താഴ്ഭാഗം ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രില്ലിൻ്റെ നല്ല വശവും ഈ കുർത്തയുടെ കോട്ടത്തിൻ്റെ അവിടുത്തെ നല്ല വശവും കൂടെ ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ഫ്രില്ല് വെച്ച് നോക്കണേ, ഫ്രില്ല് എത്രമാത്രം കൂടുതലാണെന്നും കുറവാണെന്നും നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. താഴെ നമ്മൾ ഫ്രില്ല് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. താഴെ ഒന്ന് മടക്കി ഒരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് ഫുള്ള് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് എടുക്കുമ്പോൾ അതെവിടെയാണോ അവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ വേസ്റ്റ് എടുത്തിട്ട് വേസ്റ്റ് മൊത്തം എടുത്തിട്ട് അതിൻ്റെ ഹാഫ് എവിടെയാണോ മാർക്ക് വരുന്നതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്തു. ഇതല്ലെങ്കിൽ നോക്കിയാൽ മതി. ഇത് ഫുൾ എടുത്തിട്ട് ഇപ്പോൾ ചെസ്റ്റ് ഫുള്ളങ്ങ് എടുക്കുമ്പോൾ 23.5 പകുതി എന്ന് പറയുന്നത് 11.25. 11.25 അവിടെ ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഇപ്പം 10 അല്ലേ, 40 ചെസ്റ്റ്. അപ്പോൾ അവിടുന്ന് 10 അങ്ങോട്ടും 10. അതേപോലെ ഇതിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്ററിൽ നിന്ന് നമ്മുടെ എത്രയാണോ ചെസ്റ്റിൻ്റെ 4 വെച്ചത് അതങ്ങോട്ടും മാർക്ക് ചെയ്യുക, ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അതേപോലെ ഹിപ്പും മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ടൊരു 1/2 ഇഞ്ചിൽ താപ്പോട്ടൊരു ലൈൻ കൊടുക്കുക, സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ കുർത്തിയുടെ എലൈൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഇങ്ങനെയാണ് കുർത്തിയുടെ അടിഭാഗം വരുന്നത്. നമ്മളിനി ഇതിൻ്റെ ജാക്കറ്റ് തയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചാൽ തയ്ക്കുന്നത്. ആദ്യം നമ്മൾ ഈ നെക്ക് ഷോൾഡർ തമ്മിലങ്ങ് ജോയിൻ ചെയ്യുക. ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എന്നിട്ട് ഇനി എളുപ്പം ക്രോസ് പീസ് വെച്ചിട്ട് അങ്ങനെയും നെക്ക് തയ്ക്കാമേ. ആദ്യം ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണേ, തയ്ക്കണം. ഇപ്പം നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി എന്നിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് എല്ലാം കൂടെ ഒന്നാക്കിയിട്ട് ഇങ്ങനെ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വരിക. ഇങ്ങനെ റൗണ്ട് ഒറ്റയടിക്ക് നമുക്ക് നെക്ക് തയ്ക്കാൻ പറ്റും. ഇതുപോലെ ക്രോസ് പീസ് നമ്മൾ ഇത് നല്ല ഭാഗമാണ്, നല്ല വശത്തുനിന്ന് തുടങ്ങണം. ഒരു 1/2 ഇഞ്ച് ഈ ഷോൾഡറിൻ്റെ ഈ കട്ടിങ്ങുള്ള ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലോട്ടിട്ടിട്ട് അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറ്റേ ഷോൾഡറും കഴിഞ്ഞ് ഈ ഭാഗത്ത് തന്നെ കൊണ്ടുമുട്ടിക്കണം. എന്നിട്ട് അവിടെ ആ 1/2 ഇഞ്ച് തന്നെ നമ്മളത് അവസാനിപ്പിക്കണം ആ സ്റ്റിച്ചിങ്. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്നതല്ല കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇനി നമുക്ക് ഓരോ ഇഞ്ച് ഇടവിട്ട് ഓരോ ചെറിയ നോട്ട് കൊടുക്കുക. ഇത് നമുക്ക് ചീത്ത വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് നല്ല വശത്ത് കൊടുക്കാം. ചീത്ത വശത്തോട്ട് മറിച്ചിടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നല്ല വശത്തോട്ട് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒറ്റ അടുപ്പിൽ തന്നെ നമ്മുടെ നെക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിൽ സ്ലീവ് പിടിപ്പിക്കണം. സ്ലീവ് നിവർത്തിയിട്ടിട്ട് സ്ലീവിൻ്റെ ടോപ്പിൻ്റെ ജാക്കറ്റിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും വെച്ചിട്ട് സെൻറ്ററും തമ്മിൽ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കണേ. ഇന്നൊന്ന് മടക്കി അടിക്കണം. അപ്പോൾ നമ്മൾ സ്ലീവ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഷേപ്പ് ചെയ്യാം. തിരിച്ചിട്ടിട്ട് ഇതല്ല, ഫ്രണ്ട് വശം ഇച്ചിരി പൊങ്ങിയും ബാക്ക് ഇച്ചിരി താന്നുമാണ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്.
ഇനി എന്നിട്ട് നമ്മുടെ ഷേപ്പ് അനുസരിച്ച്, കൈയുടെ വണ്ണം അനുസരിച്ച് നമുക്ക് കൈയും ഇവിടെയും ഷേപ്പ് ചെയ്യുക. അങ്ങനെ രണ്ട് ഭാഗത്തും ഷേപ്പ് ചെയ്യുക. നമ്മുടെ സ്ലീവിൻ്റെ താഴെ 6 ഇഞ്ചാണ്, 6 ഇഞ്ച്. അതുപോലെ നമ്മുടെ ഈ സ്ലീവിൻ്റെ നടുഭാഗത്ത് ചെറിയ സ്ലീവ് ഉണ്ടല്ലോ, നമ്മളത് വെക്കുമ്പം ഇവിടെ 7 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇതും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്ലീവ് ഒത്തിരി ടൈറ്റായി പോകത്തില്ല. എന്നിട്ട് നമ്മളിനി ചെസ്റ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ കയ്യിൽ നമ്മൾ ഇഞ്ച്, നമ്മുടെ ഹാഫ് സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവിൻ്റെ ആ പോർഷൻ വരുന്നിടത്ത് 7 ഇഞ്ച്. ഇനി എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. നമ്മുടെ ചെസ്റ്റ് മൊത്തം വരുന്നത് 25. 25ൻ്റെ പകുതി എന്ന് പറയുന്നത് 12.5. എന്നിട്ട് ഈ 12.5 നിന്ന് 11 ഞാനിപ്പോൾ എടുക്കുന്ന. 11 അല്ലെ 10.5 എടുത്താലും മതി. അല്ല വേണ്ട, 11 ഇച്ചിരി ലൂസിൽ കിടക്കട്ടെ. 11. അതേപോലെ ഇങ്ങോട്ടും 11 ഇഞ്ച്, 11 ഇഞ്ച്. താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 23. 23ൻ്റെ പകുതി എന്ന് പറയുന്നത് 11.5. എന്നിട്ട് ഇവിടുന്നും 9.5 ഇഞ്ച് എങ്ങോട്ടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. ഇവിടുന്നും 9.5 ഇഞ്ച് എങ്ങോട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെയും മാർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അളവ് തന്നെ എടുക്കണേ. ഇപ്പം ഞാൻ എൻ്റെ അളവിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അളവിൽ എടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പം നമ്മുടെ സൈഡെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് ഇനി എന്നിട്ട് നമ്മൾ ഈ ലേസ് വെച്ച് കൊടുക്കുവാണ്. ഇതിൻ്റെ ഈ താഴത്തെ സൈഡിൽ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുക. ഇതാദ്യം ഒന്ന് മടക്കി അടിച്ചിട്ട് ഒരു ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ലേസ് വെക്കുക. ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ലേസ് വെക്കുക. അപ്പം നമ്മൾ ഇങ്ങനെ ചുറ്റിനും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കോട്ടിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.